ഇന്നത്തെ വിഷയം സംസാരിക്കുന്നതിന് മുമ്പേ ഞാനൊരു ചോദ്യം ചോദിക്കാം. പ്രസവമാണോ പ്രസവം കഴിഞ്ഞാണോ ഏറ്റവും ബുദ്ധിമുട്ട്? അധികം പേരും പ്രസവം എന്ന് പറയുമെങ്കിലും പ്രസവമല്ല ശരിക്കും ബുദ്ധിമുട്ട്. പ്രസവം കഴിഞ്ഞിട്ടാണ് പല ബുദ്ധിമുട്ടും തുടങ്ങുന്നത്. പ്രസവം കഴിയുന്നത് വരെ നമുക്ക് നല്ല പെയിനും കാര്യങ്ങളും ഉണ്ടാവും. പ്രസവത്തോടു കൂടി ആ പെയിൻ അവിടെ അവസാനിക്കും. പിന്നെ അടുത്തുനിന്ന് വരുന്നതാണ് സ്റ്റിച്ച്. അതുകൂടാണ്ട് മറ്റു പല ഇഞ്ചക്ഷൻസ്, നമ്മുടെ വേദന കുറയാനുള്ള ഇഞ്ചക്ഷൻ, ഡ്രിപ്പ്, ബോധം പോയവർക്കൊക്കെ ഡ്രിപ്പ്, ഇപ്പോൾ സിസേറിയൻ കഴിഞ്ഞവർക്കൊക്കെ ഡ്രിപ്പ് ഉണ്ടാവും. അങ്ങനെ പല സംഭവങ്ങൾ വരുന്നത് പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ്. പ്രസവം കഴിയുന്നത് വരെ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടീനെ വയറ്റിൽ സേഫായിട്ടിട്ട് അതുവരെയുള്ള പെയിനൊക്കെ സഹിച്ച് പ്രസവിക്കുന്നു. നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണ്. ഓപ്പറേഷൻ ആണെങ്കിലും അതെ, അല്ലെങ്കിലും അതെ, പ്രസവിക്കുന്നു. പ്രസവം കഴിഞ്ഞാണ് നോർമലായവർക്ക് നോർമലായ സ്റ്റിച്ചും, സിസേറിയൻ കഴിഞ്ഞവർക്ക് വയറിൽ വരുന്ന സ്റ്റിച്ചും. സിസേറിയൻ കഴിഞ്ഞവരുടെ നമ്മൾ പറയാറുണ്ട് നല്ല ബുദ്ധിമുട്ടുള്ള സ്റ്റിച്ച് തന്നെയാണ്. കാരണം ഇത്രയും ലെയേഴ്സ് കട്ട് ചെയ്ത് വരികയാണ്, അവരും വേദന സഹിച്ചിട്ട് തന്നെയാണ് എന്നുള്ളത് പറയും. ശരി തന്നെയാണ്. നമ്മൾ വയറിലാണ് അത് വരുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ മോശം പോകാൻ ബുദ്ധിമുട്ട്, ചുമക്കുമ്പോൾ കുട്ടിയെടുത്ത് നടക്കാൻ പറയും, പക്ഷേ കിടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ, അതൊക്കെ വരുന്നത് സിസേറിയൻ വരുന്നവർക്ക് വരാറുണ്ട്. നോർമൽ ഡെലിവറിക്കാരെ നോക്കിയാൽ ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഉള്ള ഒരു മൂത്രം പോലും പോകാൻ പറ്റാത്തൊരു വേദന. ഞാനൊക്കെ 3ൻ്റെ അന്ന് സ്റ്റിച്ച് പൊട്ടിയൊരു ആളാണ്. അപ്പോൾ എനിക്ക് ആ സ്റ്റിച്ചിൻ്റെ വേദന എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് പ്രത്യേകം അറിഞ്ഞ ഒരാളാണ്. ഇവിടെ ഞാൻ പറയുന്നത് പ്രസവം കഴിഞ്ഞാണ് ഏറ്റവും കൂടുതൽ വേദന. അതായത് പ്രസവം കഴിഞ്ഞാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടുന്നത്. പ്രസവം കഴിഞ്ഞ് സ്റ്റിച്ചിടുന്നു, സ്റ്റിച്ചിട്ട് ഇരിക്കാൻ പറ്റാതെ, കിടക്കാൻ പറ്റാണ്ട്, നടക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ ചില സമയങ്ങളിലൊക്കെ സ്റ്റിച്ച് പഴുക്കുന്നൊരു സീൻ ഉണ്ടാവാറുണ്ട്. അതെന്തെങ്കിലും ഒരു അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിൽ കൊഴുപ്പ് ചെല്ലുന്ന കാരണമോ അങ്ങനെ എണ്ണമയം കാരണമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഈ സ്റ്റിച്ച് പഴുത്ത് കഴിഞ്ഞാലും നമ്മുടെ കൂടെ ഒരാളുണ്ട്, കുട്ടി ഫുൾ ടൈം ഭക്ഷണം കഴിക്കുക, പാൽ കുടിക്കുക, ഉറങ്ങുക, പാൽ കുടിക്കുക, ഉറങ്ങുക, കരയുക, അപ്പിടുക, മോശം പോവുക, ഇത്തരം കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ടുള്ളൊരു കുട്ടി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വേദന വരുമ്പോഴും അവിടെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തണം. അതിൻ്റെ കൂടെ വിരുന്നുകാർ, മറ്റുള്ളവർ, കുട്ടിയെ കാണാൻ വരുന്നവർ, നമ്മളെ ശ്രദ്ധിക്കാൻ വരുന്ന ആളുകൾ, അതുവരെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യും വേണം. ഇതൊക്കെ വരുന്നത് പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ്. അതൊക്കെ ആദ്യം സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ്? സ്റ്റിച്ച്, അതായത് നോർമൽ ഡെലിവറിക്കും ഓപ്പറേഷനും വരുന്ന സ്റ്റിച്ച്. ഈ സംഭവം മുതലാണ് പ്രസവം കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ദുരന്ത കാലഘട്ടം തുടങ്ങുന്നത്. 40 ദിവസത്തെ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ പോട്ടെ, ഇതൊക്കെ അവിടെ ഏറ്റവും ബുദ്ധിമുട്ട് അവിടെ കിടക്കട്ടെ. ഇഷ്ടമില്ലാതെ ഭക്ഷണം കഴിക്കുന്നൊരു സമയം അതവിടെ കിടക്കട്ടെ. അഖിൽമാരാർ പറഞ്ഞ പ്രസവവും ഇപ്പോഴത്തെ പ്രസവം തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും വലുതാണ് സ്റ്റിച്ച്. അഖിൽമാരാർ പറഞ്ഞ പണ്ടത്തെ പ്രസവത്തിൽ ഈ പറയുന്ന സ്റ്റിച്ചില്ല. അതായത് നോർമലായിട്ട് ഒരു വീട്ടിൽ പ്രസവിക്കുന്ന സമയത്ത് ഈ പറയുന്ന സ്റ്റിച്ചില്ല. അതായത് ഇപ്പോൾ ഒരു സിസ്റ്റം വരുന്നുണ്ട്, ബാത്ത് ടബിൽ നമ്മൾ പ്രസവിക്കുന്ന ഒരു സിസ്റ്റം വന്നിട്ടുണ്ട്, വെള്ളത്തിൽ പ്രസവിക്കുന്നത്. അതിനൊന്നും സ്റ്റിച്ചിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. കാരണം കുട്ടി നോർമലായിട്ട് പ്രസവിച്ച് പോരുകയാണ്. നമ്മളൊക്കെ നോർമലായി പ്രസവിക്കാമെന്ന് വിചാരിച്ചാൽ പോലും ആ കത്രിക എടുത്തതല്ലേ വിചാരിച്ച് ഡോക്ടർ ഒരു കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്താണ് എൻ്റെയൊക്കെ. കുട്ടി വരുന്നുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് എന്തായാലും കട്ട് ചെയ്യാണ്ട് എങ്ങനെ നമുക്ക് മോശമല്ലേ എന്ന് വിചാരിച്ച് കട്ട് ചെയ്തതാണ്. എനിക്കൊക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആ ഒരു കട്ടിങ് ഇല്ലാത്ത പ്രസവമാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. നോർമൽ ഡെലിവറി എന്ന് പറയുന്ന പ്രസവം പണ്ടുണ്ടായിരുന്നത് അങ്ങനെയാണ്. അവരത് പിന്നെ ചൂടുവെള്ളം പിടിച്ചും അന്നത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഹോളിൻ്റെ വലിപ്പം കുറക്കുന്നത്. ഇന്നത്തെ കാലത്ത് എന്നാൽ അതുപോലെ ആവണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് അപ്പോൾ തന്നെ ഈ ഹോള് കട്ട് ചെയ്യും, എന്നിട്ട് അതുപോലെ കൂട്ടിത്തരുകയും ചെയ്യും.
അങ്ങനൊരു പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഇല്ലെങ്കിൽ വരുന്ന ബെനിഫിറ്റ്,